മുഖാമുഖം എന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ 4ാമത്തെ സിനിമ ഇന്നു മുതൽ ഇവിടെ വിശകലനം ചെയ്യപ്പെടുകയാണ്. ഇത് 23ാമത്തെ എപ്പിസോഡാണ്. സിനിമ ഇൻ മലയാളം എപ്പിസോഡ് 23 അതിലെ 22 വരെയുള്ള എപ്പിസോഡുകൾ നമ്മൾ പഠിച്ചു വന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ തന്നെ മനോഹരമായ അനന്തരം എന്ന സിനിമയെക്കുറിച്ചും വിധേയൻ എന്ന സിനിമയെക്കുറിച്ചുമാണ്. മുഖാമുഖം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പരിപൂർണമായും തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനന്തരം പോലെ, വിധേയൻ പോലെ മറ്റൊരു മനോഹരമായ സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖാമുഖം. തുടക്കം മുതൽ അവസാനം വരെ ഇത്രയേറെ ശ്രദ്ധിക്കുന്ന എത്ര സംവിധായകർ കേരളത്തിലുണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഉണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണനേക്കാളും പ്രഗത്ഭരായ ചലച്ചിത്ര സംവിധായകർ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തുള്ള ദേശങ്ങളിൽ ഈ ഭൂമിയിലോ ഉണ്ടാവാം. അടൂർ ഗോപാലകൃഷ്ണൻ ഒരുപക്ഷെ ആദ്യത്തെ 50 പേരുള്ള സംവിധായകരുടെ പട്ടികയിലെ വരുന്നുള്ളായിരിക്കാം. ഈ ഭൂമിയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച 50 സംവിധായകരിൽ ഒരാളായിട്ടേ വരാൻ സാധ്യതയുള്ളൂ. ഞാനൊന്നും കണക്ക് കൂട്ടിയല്ല പറയുന്നത്. ഇപ്രകാരം ഒരു വാക്യം, 50 എന്നുള്ളൊരു വാക്യം ഇന്നത്തെ യൂട്യൂബ് പരമ്പരയിൽ പറയണമെന്നും ഞാൻ ഓർത്തിട്ടില്ല. അപ്രതീക്ഷിതമായി വന്നൊരു നമ്പറാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എങ്കിലും സിനിമയെക്കുറിച്ച് ഇത്രയും നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ 50-ന് മുമ്പുള്ള ഒരു ലിസ്റ്റിലെ, ഒരുപക്ഷെ 25-നടുക്കിയുള്ള ലിസ്റ്റിലെ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം മുതൽ അവസാനം വരെ ഇത്ര സമഗ്രതയ്ക്കായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. പണ്ടുകാലത്ത് ഞാനൊരു കാര്യം എൻ്റെ ഒരു എപ്പിസോഡിലൂടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞവ വീണ്ടും അതേ പരമ്പരയിൽ പറയാനെന്നല്ല, ഇതിന്റെ തന്നെ ഇംഗ്ലീഷ് പരമ്പരകൾ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഹിന്ദി പരമ്പരകൾ ഒട്ടുമിക്കവാറും എൻ്റെ വിഷയങ്ങൾക്ക്, യൂട്യൂബിൽ പറയുന്ന വിഷയങ്ങൾക്ക് അതിന്റെ മലയാളം മാത്രമല്ല, എൻ്റെ ഇംഗ്ലീഷും ഹിന്ദിയുമുണ്ട്. മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇംഗ്ലീഷിൽ പറഞ്ഞത് ഹിന്ദിയിൽ പറയരുത് എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ പോലും പറഞ്ഞു പോയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മിക്കവാറും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ആമുഖമായി പറഞ്ഞിട്ടേ ഞാൻ ഇത് പറയാറുള്ളൂ ഒട്ടുമിക്കവാറും സമയങ്ങളിൽ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാൽ ഞാൻ വിശദ വിവരങ്ങളിൽ കടക്കാതെ ഇപ്രകാരം പറയുകയാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമഗ്രതയ്ക്ക് വേണ്ടി, കൃത്യതയ്ക്ക് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ശ്രമത്തിന് ഉദാഹരണമായി ഞാൻ അന്ന് പറഞ്ഞതും ഞാൻ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതും ഇപ്രകാരമാണ്. അതായത് ഒരാൾ, കഥാപാത്രം ചൂടുവെള്ളം കുടിക്കുന്നു എന്നാണ് സിനിമയിൽ കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം ചൂട് തന്നെയായിരിക്കണമെന്ന് അടൂർ ഗോപാലകൃഷ്ണന് നിർബന്ധമുണ്ട് എന്ന് ഞാനൊരു ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. വിശദ വിവരങ്ങളിൽ കടക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. വെള്ളം കുടിക്കുന്നു എന്ന് മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ മറ്റു സംവിധായകരെ സംബന്ധിച്ച്. പക്ഷെ ഇത് ചൂടുവെള്ളമാണെങ്കിൽ അത് ചൂടുവെള്ളമാണോ തണുപ്പ് വെള്ളമാണോ എന്ന് ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്കും അറിയില്ല. എങ്കിലും പെർഫെക്ഷന് വേണ്ടി, അതിന്റെ കൃത്യതയ്ക്ക് വേണ്ടി, അതിന്റെ സ്വാഭാവികതയ്ക്ക് വേണ്ടി
നടന്മാരുടെ നടിമാരുടെ തന്മയത്വ പൂർണ്ണമായ അഭിനയത്തിന് വേണ്ടി ചൂടുവെള്ളം തന്നെ വെക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചൂടുവെള്ളത്തിന്റെ കാര്യത്തിലേക്ക് കടന്നു വന്നത്? ആർക്കെങ്കിലും ചൂടുവെള്ളം തണുപ്പ് വെള്ളം എന്ന് പറഞ്ഞത് മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല് മാത്രം ഓർത്താൽ മതി. അതായത്, ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞത് ഓർത്താൽ മാത്രം മതി. രണ്ട് വെള്ളവും സമാനമാണ്. പക്ഷെ തിരിച്ചറിയുന്നത്, പൂച്ച തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ പോലും തിരിച്ചറിയുന്നത് അതിൽ സ്പർശനമേൽക്കുമ്പോഴാണ്. നാവിന്റെ സ്പർശനം, അല്ലെങ്കിൽ കൈകാലുകളുടെ സ്പർശനം, അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ സ്പർശനം. ഓക്കെ, അപ്പൊ സമഗ്രതയ്ക്ക് തുടക്കം മുതൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കം എന്താണ്? മിക്കവാറും പേര് കാണിക്കുന്നതായിരിക്കും. കലാകാരിമാരുടെ പേര് കാണിക്കുന്നതായിരിക്കും. അവിടെ പോലും എല്ലാ സിനിമകളിലും സമഗ്രത പുലർത്തുകയാണ്. ഞാൻ പറഞ്ഞു, അവധൂർ ഗോപാലകൃഷ്ണനേക്കാളും മികച്ച സിനിമാ സംവിധായകർ കേരളത്തിലില്ലെങ്കിലും ഇന്ത്യയിലോ ഇന്ത്യക്ക് വെളിയിലോ ഉണ്ടായിരിക്കാമെന്നല്ല, ഉണ്ട്. പക്ഷെ അവർ ഈ പേര് കാണിക്കുന്നത് പോലും ഒരു സമഗ്രത പുലർത്താറുണ്ടോ? അനാവശ്യമായിട്ടുള്ള ക്യാമറ കൊണ്ടുള്ള ചിത്രങ്ങൾ പകർത്താറുണ്ടോ? അവർ അനാവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തുന്നവരായിരിക്കാം. ക്യാമറ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന രീതിയിലുള്ള ചലനങ്ങൾ കാണിക്കുന്നവയായിരിക്കാം തുടക്കം മുതൽ. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏത് സിനിമ എടുക്കുക, ആ തുടക്കത്തിനൊരു പ്രത്യേകതയുണ്ട്. എലിപ്പത്തായത്തിനൊരു പ്രത്യേകതയില്ലേ? കഥയിൽ വരാൻ പോകുന്നത് പഴയകാല സംസ്കാരത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ നിശ്ചല ദൃശ്യങ്ങളാണ് പേര് കാണിക്കുന്ന സമയത്ത് വരുന്നത്. അനന്തരത്തിലോ ഒരേ ഒരു ദൃശ്യം മാത്രമാണ് പേര് കാണിക്കുമ്പോൾ മുഴുവനായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആശുപത്രിയുടെ വരാന്ത, മനോഹരമായ ഒരു ചിത്രം. അവസാനം സംവിധായകന്റെ പേര് കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കരച്ചിൽ നാം കേട്ടു തുടങ്ങുന്നുണ്ട്. സിനിമയിലേക്ക് നമ്മൾ അതിലൂടെ, പ്രഥമ ദൃശ്യത്തിലൂടെയും ആ കരച്ചിലൂടെയും, യഥാർത്ഥത്തിൽ കരച്ചിൽ നമ്മൾ കണ്ടിട്ടില്ല, ആരാണ് കരയുന്നത് കണ്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ആ കരച്ചിലേക്ക്, ആ ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്രകാരമുള്ള ഒരു തുടക്കത്തിൽ പേര് കാണിക്കുന്ന സമയത്തിൽ സമഗ്രത പുലർത്തുന്ന മറ്റൊരു സംവിധായകനാണ് ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണിന്റെ സ്വം എന്ന സിനിമയിൽ പേര് കാണിക്കുന്ന സമയത്ത് പരിപൂർണമായും കറുത്ത പ്രതലത്തിലാണ് പേര് കാണിക്കുന്നത്. ഒരു ദൃശ്യവുമില്ല അവിടെ. പക്ഷെ നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തിന്റെ ശബ്ദം? തീവണ്ടി വരുന്ന ശബ്ദം. ഏകദേശം നാം ആ സിനിമയുടെ കഥ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും നാം ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ ഒരു തീവണ്ടി പാളത്തിന്റെ സമീപത്തേക്കോ കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സജ്ജരായി എത്തി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇവിടെ മുഖാമുഖത്തിലും ഇപ്രകാരം തന്നെയാണ് പേര് കാണിക്കുമ്പോഴും കാണിക്കുന്നത്. അനാവശ്യമായ ചിത്രങ്ങളൊന്നുമില്ല. ഒറ്റ ചിത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. എന്താണ് ചിത്രം? അത് നിശ്ചല ചിത്രമല്ല, ചലച്ചിത്രമാണ്, ചലിക്കുന്ന ചിത്രമാണ്. പക്ഷേ ക്യാമറ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനാവശ്യമായി ചലിപ്പിക്കാതെ ഒരു വഞ്ചിയുടെ ഒരറ്റത്ത് നിന്ന് പുഴ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കലാകാരുടെ പേര് വായിക്കണമെങ്കിൽ വായിക്കുകയും ചെയ്യാം. നാം ആ ജീവിതത്തിലേക്ക്, വരാൻ പോകുന്ന ആ ജീവിതത്തിലേക്ക് നാം സ്വാഗതം ചെയ്യപ്പെടുകയാണ്. മുമ്പ് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് പോലെ, അല്ലെങ്കിൽ എലിപ്പത്തായത്തിൽ നമ്മൾ പുരാതന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, പുരാതനം എന്ന് പറഞ്ഞാൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ്
നിസ്ത്രമായ പാരമ്പര്യത്തോടുകൂടി പുറത്തൊന്നും ഇറങ്ങാതെ ജീവിച്ചിരുന്ന ഒരു നിശ്ചിത സമൂഹത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അനന്തരത്തിലും അപ്രകാരം തന്നെ എല്ലാ സിനിമകളും തന്നെ ഏതാണ്ട് അപ്രകാരം തന്നെയുള്ളതാണ്. മതിലുകൾ അപ്രകാരമുള്ളതല്ലേ? തീർച്ചയായിട്ടും ഞാൻ അതിന്റെ കുറിച്ച് വിശദീകരിച്ച് പോകുന്നില്ല. നിങ്ങൾ ആ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ടൈറ്റിലുകൾ കാണിക്കുമ്പോൾ, കലാകാരുടെ പേരുകൾ കാണിക്കുമ്പോഴുള്ള ഒരേ ഒരു ചിത്രം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ 50 സംവിധായകരിലല്ല, ആദ്യത്തെ 10 സംവിധായകരിൽ ഈ ഒരു കാര്യത്തിൽ അടൂർ ബാലകൃഷ്ണൻ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മുഖാമുഖം മാത്രമാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നുള്ളതിനാൽ മുഖാമുഖത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം കാണുന്നത് ഈ പറഞ്ഞ വഞ്ചിയുടെ ഒരറ്റം, അറ്റത്തേക്കുള്ള ദൃശ്യം. അറ്റത്തേക്കുള്ള ദൃശ്യത്തിൽ സമീപത്തെ പുഴ ഉണ്ട്, പുഴയ്ക്ക് ഇരുവശമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശവുമുള്ള മരങ്ങളുണ്ട്. പിന്നെ വഞ്ചി തുഴയപ്പെടുകയാണെന്ന് എങ്ങനെ അറിയുന്നു? ശബ്ദങ്ങളിലൂടെ. എത്ര സിനിമ മലയാളത്തിൽ മനോഹരമായ ശബ്ദം കൊണ്ട് നിറഞ്ഞവയാണ്. വെടിക്കെട്ട് സംഭാഷണങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരുപാട് സിനിമകളും ഇത്രയും കൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് സീരിയലുകളും അടക്കി വാഴുന്നുണ്ട്. ഞാൻ ഈ വെടിക്കെട്ട് സംഭാഷണങ്ങളെ കുറിച്ച് എന്റെ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൽ ഞാൻ പറഞ്ഞതിന്റെ മർമ്മം മാത്രം പറയാം. എന്താണ് പറഞ്ഞത്? ഹിന്ദി സിനിമകളിൽ, മലയാള സിനിമകളെ വെല്ലുന്ന രീതിയിലാണ് ഹിന്ദി സിനിമയിൽ വെടിക്കെട്ട് സംഭാഷണം, അല്ലേ? ആരൊക്കെയോ മുന്നേ കൂട്ടി എഴുതി ഫലിപ്പിച്ചെടുത്ത വെടിക്കെട്ട് സംഭാഷണം, ഉരുളക്കുപ്പേരി പോലുള്ള സംഭാഷണങ്ങൾ. നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾ നിത്യേന കാണുന്ന നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസികൾ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്തെ തൊഴിലാളികൾ, ഇവരൊക്കെ ഈ വെടിക്കെട്ട് സംഭാഷണമാണോ പറയുന്നത്? 100 പേരിൽ ഒരാളുണ്ടായിരിക്കാം ഇതുപോലെ പറയുന്നത്. പക്ഷെ അയാൾക്കും പരിധിയില്ലേ? പക്ഷേ ചില സമയങ്ങളിൽ ഉരുളക്കുപ്പേരി മാത്രമായി വെടിക്കെട്ട് സംഭാഷണം, അത് സ്വാഭാവികതയല്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഞാനിവിടെ. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് സംഭാഷണമല്ല. പലപ്പോഴും തിരക്കഥകൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ചീത്ത സിനിമകളുടെ തിരക്കഥകൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, അതിനെ തിരക്കഥ എന്ന് പറയുന്നതിനേക്കാളുപരി ഒരു നാടകം എന്ന് പറയുന്നതായിരിക്കും ഉചിതം. നാടകത്തിൽ മുഖ്യമായിട്ടും എന്താണ്? രംഗം 1 കർട്ടൻ ഉയരുമ്പോൾ പിന്നിൽ കാണേണ്ട ദൃശ്യം ഏതാണെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അത് പാർക്കാണോ, അത് വീടാണോ, അത് ചെറ്റക്കുടിലാണോ, അതോ പുഴയാണോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ദൃശ്യം അതിൽ കാണിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. രംഗം 1 നിശ്ചിതമായ ഒരു ദൃശ്യം. അതിനുശേഷം ഡയലോഗുകൾ തുടങ്ങുകയാണ്, സംഭാഷണങ്ങൾ. രാമൻ, ഉടനടി രാമന്റെ സംഭാഷണം. അത് കേട്ടു നിൽക്കുന്ന രാവണൻ, രാവണന്റെ സംഭാഷണം. പിന്നെ രാമൻ, രാവണൻ, രാമൻ, രാവണൻ, ഇങ്ങനെ സംഭാഷണങ്ങൾ മാത്രം. തിരക്കഥ എന്ന് നാടകത്തിൽ അതിൽ പറയുന്നതിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതും നാടകത്തിലും അവിടെയും സ്വാഭാവികത കലർത്തണമെന്നുള്ളത് മറ്റൊരു വാസ്തവം. എന്റെ വിഷയം നാടകമല്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് കയറി സംസാരിക്കുന്നില്ല. നാടകം ചില സാങ്കേതിക തടസ്സങ്ങളാൽ പരിപൂർണ സ്വാഭാവികതയിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നാടകം എന്ന പ്രസ്ഥാനവുമായി ഉള്ള എന്റെ പഠനത്തെക്കാളുപരി ഞാൻ സിനിമ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. നാടകത്തിലെല്ലാം പരിപൂർണ സ്വാഭാവികതയോടുകൂടി കാണിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്നത്തെ ചില നാടകങ്ങൾ വേറെ ചില മേഖലയിലൂടെ കടന്നു പോകുന്നത്. ഒരിടക്ക് സിംബോളിക് നാടകങ്ങൾ എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. ഒരിടക്ക് നാടക സ്റ്റേജിലുള്ളവരെയും കാണികളെയും
ഒന്നായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു നാടക രീതി ഉണ്ടായിരുന്നല്ലോ. കൂടിയ നൃത്തം കലർത്തുന്ന നാടകങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം പിന്നീട് വരാനുണ്ടായ സാഹചര്യം സിനിമയിലേതുപോലുള്ള സ്വാഭാവികത കലർത്താൻ നാടകത്തിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് ഇതിൽ കടന്നു വന്നത്? ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പുഴയുടെ ശബ്ദം കേൾക്കുന്നുവെന്നോ അല്ലെങ്കിൽ പുഴയ്ക്ക് സമീപത്തെ ജീവികളുടേതാവട്ടെ അല്ലെങ്കിൽ തുഴയുന്നതിൻ്റെതാവട്ടെ യഥാർത്ഥ ശബ്ദം നമ്മൾ കേൾക്കുന്നു. അപ്പോ തിരക്കഥ എന്ന് പറയുന്നത് നാടകത്തിലേതുപോലെ ഡയലോഗുകൾ എഴുതലല്ല. ബഹുഭൂരിപക്ഷം ചീത്ത സിനിമകളിലും ഡയലോഗുകൾ എഴുതലായി മാറിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ മികച്ച സംവിധായകരുടെ തിരക്കഥ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ സംഭാഷണങ്ങളെക്കാളുപരി ദൃശ്യങ്ങൾ എവിടെ നിന്ന് പകർത്തണമെന്നും എത്ര വലിപ്പത്തിലുള്ള ദൃശ്യമാകണമെന്നും ഒക്കെയുള്ള വിവരങ്ങളായിരിക്കും. അതിന്റെ ഒടുവിൽ എവിടെയെങ്കിലും ഒക്കെ ഓരോ സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം എന്നതല്ലാതെ. അപ്പോ ശബ്ദം എന്ന് പറയുമ്പോൾ സംഭാഷണമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സംഭാഷണമില്ലായ്ക പാടില്ല. സംഭാഷണം ഉണ്ടായേ മതിയാവും. സംഭാഷണവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ മൂകരല്ലാത്തവരുടെ സിനിമ നമ്മൾ കഥയായി കാണുമ്പോൾ തീർച്ചയായിട്ടും സംഭാഷണങ്ങൾ വേണ്ടിവരും. എന്നാൽ സംഭാഷണത്തെ വെല്ലുന്ന തരത്തിൽ ശബ്ദമായി മാറേണ്ടത് എന്തൊക്കെയാണ്? പ്രകൃതി ശബ്ദങ്ങളാണ്. എത്ര സിനിമകളിൽ നമ്മൾ പ്രകൃതി ശബ്ദങ്ങളായ പുഴയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, പാത്രം നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്, റേഡിയോ സംഗീതം കേട്ടിട്ടുണ്ട്, വണ്ടി പോകുന്ന സ്വരം കേട്ടിട്ടുണ്ട്, അടുത്ത വീട്ടിലുള്ള ചെറിയ കൊച്ചു കലപില കേട്ടിട്ടുണ്ട്, അടുത്ത മുറിയിരുന്ന് കൊച്ചു പഠിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അഥവാ അങ്ങനെ കേൾപ്പിക്കണമെങ്കിൽ ആ കൊച്ചിനെ കാണിച്ചിരിക്കും. കൊച്ചിനെ കാണിക്കാതിരിക്കുകയും പഠിക്കുന്ന വിദ്യാർത്ഥിയെ കാണിക്കാതിരിക്കുകയും ദൂരെ നിന്ന് ഒരു ശബ്ദം വരികയും ചെയ്യുന്നതിലുള്ള സ്വാഭാവികത ഒന്ന് വേറെ തന്നെയാണ്. അപ്രകാരമുള്ള രംഗങ്ങളും ഈ മുഖാമുഖം എന്ന സിനിമയിലുണ്ട്. അപ്പൊ തുടക്കം തന്നെ മനോഹരമാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് പുഴയിലൂടെ വഞ്ചി പോവുകയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. പേരുകൾ കാണിക്കപ്പെടുന്നു. ശബ്ദം സംഭാഷണമല്ല എന്നൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മനോഹരമായ ശബ്ദം, പ്രകൃതിയുടെ ശബ്ദം, അതാണ് സ്വാഭാവികത. ഞാൻ ഈ സ്വാഭാവികത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ സിനിമ കണ്ട് നിങ്ങളും പഠിച്ചുയരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ചില മേഖലകളിൽ കുറച്ച് പഠിക്കാൻ ശ്രമിക്കുകയും കുറച്ചൊക്കെ ആ പഠനത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സിനിമ. ഈ പഠന മേഖലയിലൊക്കെ ഞാൻ ചെന്ന് വലിയ താമസമില്ലാതെ പഠനം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിഷയത്തിനും ഓരോരോ മർമ്മം ഉണ്ട് എന്ന് ഞാൻ പറയും. ഞാൻ ഫാബ്രിക്കേഷൻ സംബന്ധമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അതിനെക്കുറിച്ച് പുരോഗതി കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് അതിന് പുരോഗതി കിട്ടാൻ ഇടയായ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1 മണിക്കൂർ നേരം പ്രസംഗിക്കേണ്ടി വരും അതിനെക്കുറിച്ച് പറയാൻ. പക്ഷെ ഒറ്റ പാരഗ്രാഫിൽ പറയാൻ, ഒറ്റ ഖണ്ഡികയിൽ പറയാൻ, അതുമല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ചുകൊണ്ട് ഒറ്റ വാക്യത്തിൽ പറയാൻ, വീണ്ടും അതിനെ ലഘൂകരിച്ചുകൊണ്ട് ഒറ്റ വാക്ക്, വേർഡ്, ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ ആ വാക്ക് പറയും ഇംഗ്ലീഷിലെ ആക്യുറസി എന്നുള്ള വാക്കാണ്, കൃത്യത എന്നുള്ള വാക്കാണ്. അപ്പൊ ഞാൻ ആ കൃത്യത എന്നുള്ള വാക്ക്, ആക്യുറസി എന്നുള്ള വാക്കിൽ ഏകാഗ്രത വെച്ചുകൊണ്ട് ഫാബ്രിക്കേഷൻ സംബന്ധമായ പഠനങ്ങൾ നടത്തുകയും ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായാണ് എനിക്ക് പെട്ടെന്ന് ആ മേഖലയിൽ വളരെ കുറച്ചാണെങ്കിലും പുരോഗതി ഉണ്ടായത്. അത് എന്റെ ഒരു മേഖല. സിനിമയെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് എനിക്ക് ലേശമെങ്കിലും പുരോഗതി ഉണ്ടായെന്ന് പറയാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഫാബ്രിക്കേഷനെ കുറിച്ച്. അതുപോലെ ഞാൻ എന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി സംസാര രീതി പഠിക്കുന്ന ഘട്ടത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ ആരെങ്കിലും അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം
എനിക്ക് ഞാനൊരു അധ്യായമായി പറയുന്നതിന് പകരം ശരിക്കും അതിനെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറുള്ളൊരു സമയം വേണ്ടി വരും. പക്ഷെ ഒരൊറ്റ അധ്യായത്തിലൂടെ പറയണമെങ്കിലോ, ഞാൻ അതിലും കുറച്ച് ഒരു ഖണ്ഡികയിലൂടെ പറയണമെങ്കിലോ, മുമ്പ് പറഞ്ഞതുപോലെ ഒരു വാക്യത്തിലൂടെ പറയണമെങ്കിലോ വേണ്ട, ഏറ്റവും കൂടുതൽ ഒറ്റ വാക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേഷനെ കുറിച്ച് ആക്യുറസി എന്നുള്ള വാക്ക് പറഞ്ഞതുപോലെ ഭാഷാ പഠനത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ കുറച്ചെങ്കിലും ഞാൻ പഠിച്ചല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷാ പഠനം പഠിക്കേണ്ടത് വെർബ്, ക്രിയ എന്നുള്ള വാക്കിൽ ഏകാഗ്രത വെച്ചുകൊണ്ടായിരിക്കണം. മറ്റെന്ത് പഠിച്ചിട്ടും നിങ്ങളുടെ ഭാഷാ പഠനം മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പല വാക്കുകൾ പറയാൻ അറിയാമായിരിക്കാം. നിയോജക മണ്ഡലം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറയാൻ അറിയാമായിരിക്കാം. അണ്ണാൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അറിയാമായിരിക്കാം. തിമിംഗലം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാമായിരിക്കാം. കണ്ടം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അറിയാമായിരിക്കാം. കണ്ടൽക്കാട് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അറിയാമായിരിക്കാം. നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഇംഗ്ലീഷ് വാക്കുകൾ ഇല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ വെർബ് അല്ലെങ്കിൽ മലയാളത്തിൽ ക്രിയ എന്ന് പറയുന്നത് മുഖ്യമായി പഠിക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കാതെ എത്ര പഠിച്ചാലും നിങ്ങളുടെ ഭാഷാ പഠനം പൂർണ്ണമാകുകയില്ല. അടിസ്ഥാനം വെർബാണ്, ക്രിയയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി എന്നല്ല, ഏത് ഭാഷ പഠിക്കുമ്പോഴും ഫാബ്രിക്കേഷന്റെ അടിസ്ഥാനം ആക്യുറസി എന്നുള്ള വാക്കാണ്. കൃത്യത കലർത്താൻ നോക്കുകയാണ്. ഏത് ജോബിലും ഏത് വസ്തു ഉണ്ടാക്കുന്നതിൽ കൃത്യത കലർത്താൻ നോക്കുമ്പോൾ കുറെ പഠനങ്ങൾ വേണ്ടി വരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട മറ്റൊരു സമയത്ത് ഞാൻ വിശദീകരിക്കാം. ഇത് നമ്മളുടെ വിഷയം ഫാബ്രിക്കേഷനിലെ ആക്യുറസി അഥവാ കൃത്യത എന്നുള്ള വാക്കോ, ഭാഷാ പഠനത്തിലെ വെർബ് അല്ലെങ്കിൽ ക്രിയ എന്നുള്ള വാക്കോ, ജേർണലിസം പത്രപ്രവർത്തനം എന്ന പഠന മേഖലയിലെ ഒരേ ഒരു വാക്ക് നിഷ്പക്ഷത, ആ വാക്കിനെ കുറിച്ചോ ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഫാബ്രിക്കേഷനിലെ ആക്യുറസി ഞാൻ വിശദീകരിക്കുന്നില്ല. ഭാഷാ പഠനത്തിലെ വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന വാക്ക് വിശദീകരിക്കുന്നില്ല. പത്രപ്രവർത്തനത്തിലെ നിഷ്പക്ഷത എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. സിനിമയിലൊരു വാക്കുണ്ട്. സിനിമ എളുപ്പം പഠിക്കണമെങ്കിൽ സിനിമ പഠനത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായി പറയപ്പെടുന്ന പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചില്ലെങ്കിലും, ഞാൻ അവിടെയെങ്ങും പോയി പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല. ഒരുപക്ഷെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കെട്ടിടം കണ്ടിട്ടുണ്ടാവാം, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതും കണ്ടിട്ടുണ്ടാവില്ല, കാരണം ആ ഏരിയ കൂടി ആ മേഖലയിലൂടെ ഞാൻ യാത്രയും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ സിനിമ എന്നുള്ളതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന വാക്ക് എന്താണ്? നിങ്ങളോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വേറെ പലതും പഠിച്ചിട്ടുണ്ടാകാം സിനിമയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഫാന്റസി എന്നുള്ള വാക്കോ, ഫോട്ടോഗ്രാഫി എന്നുള്ള വാക്കോ, വീഡിയോഗ്രാഫി എന്നുള്ള വാക്കോ, എഡിറ്റിംഗ് എന്നുള്ള വാക്കോ, അങ്ങനെ പല വാക്കുകൾ പഠിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല ഫാബ്രിക്കേഷനിൽ ആക്യുറസി പോലെ, ഭാഷാ പഠനത്തിൽ ക്രിയ പോലെ, പത്രപ്രവർത്തനത്തിൽ നിഷ്പക്ഷത പോലെ, സിനിമയിൽ ആദ്യമായും മുഖ്യമായും പഠിക്കേണ്ട വാക്ക് സ്വാഭാവികത എന്ന വാക്കാണ്. അത് സ്വയം ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ രംഗത്ത് സ്വാഭാവികതയുണ്ടോ? നാം ഇപ്രകാരമാണോ ജീവിതത്തിൽ കാണുന്നത്? നമുക്കിത് കാണുമ്പോൾ ഒരു ക്യാമറയിൽ എടുത്ത ചിത്രമാണ്, ഏതോ ഒരാൾ ക്യാമറയുടെ പുറകിൽ നിന്നെടുത്ത ചിത്രമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എന്താണ് ഈ ക്യാമറ അങ്ങോട്ട് ചലിക്കുന്നത്? ഇപ്പുറത്ത് കണ്ട സാധനം അങ്ങോട്ട് ഇടത്തേക്ക് തിരിഞ്ഞിരിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ വലത്തേക്ക് തിരിഞ്ഞിരിഞ്ഞു വരുന്നു, ഇങ്ങനെയുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുന്നുണ്ടോ? ഇതാണോ സ്വാഭാവികത എന്ന് കൂലങ്കഷമായി ചിന്തിച്ചു പഠിച്ചാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ലെങ്കിലും നമ്മുടെ പഠനം വളരെ എളുപ്പം മുന്നോട്ട് പോകും. പരിപൂർണതയിൽ എത്തിയില്ലെങ്കിൽ പോലും പരിപൂർണതയ്ക്ക് സമാനമായ ശതമാനം പഠനം വരെ നമുക്ക് എത്താൻ സാധിക്കും. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് ഈ സ്വാഭാവികത എന്നുള്ള വാക്ക് പറഞ്ഞത്? വഞ്ചി മുന്നോട്ട് പോകുന്നു, അവിടെ ശബ്ദത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ദൃശ്യമൊന്ന് നോക്കുക, നിഴലും വെളിച്ചവും. ആ പുഴയിൽ പല നിഴലുകൾ വീഴുന്നുണ്ട്. വഞ്ചിയുടെ നിഴലായിരിക്കാം, മരങ്ങളുടെ നിഴലായിരിക്കാം, എന്തിന്റെയെങ്കിലും ആകട്ടെ.
നിഴലും വെളിച്ചവും വ്യക്തമായി കാണാൻ നമുക്കിടവരുന്നു. എത്ര സിനിമകളിൽ ഇന്ന് അത് സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും സീരിയലിൽ പറ്റുന്നുണ്ടോ? തറ സീരിയലുകൾ എത്ര നമ്മുടെ സ്വീകരണ മുറിയിലെ ടിവിയിലൂടെ നമ്മൾ കണ്ടുവരുന്നു. ഉപ്പും മുളകും എടുക്കുക, സമയം കൊല്ലാൻ വേണ്ടി മുന്നിലിരിക്കാം. എന്തെങ്കിലും സ്വാഭാവികത അതിലുണ്ടോ? 7-8 കഥാപാത്രങ്ങൾ ഉണ്ടാവാം. എല്ലാവരും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒരു മുറിയിലിരുന്ന് വർത്തമാനം പറയുകയാണെന്ന് കരുതുക. എല്ലാവരും ഒരു മതിലിന്റെ ഒരു വശത്ത്, 4 വശമുള്ള മതിലായിരിക്കും, ഒരു വശത്ത് ലൈനായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒട്ടുമിക്കവാറും സീരിയലുകളുടെ ഗതികേടിതാണ്. എന്നിട്ടും വിദ്യാഭ്യാസം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഇത്രയും തറ സീരിയലുകളാണ് കാണുന്നത്. ഒട്ടുമിക്കവാറും സീരിയലുകൾ അങ്ങനെയാണ്. ക്യാമറ തോളത്തും വെച്ചുകൊണ്ട് ഒരാൾ സംഭാഷണം പറയുമ്പോൾ അയാളെ കാണിക്കും, തിരിച്ചപ്പുറത്തോട്ട് വേറൊരാൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ക്യാമറ തിരിക്കും. യാതൊരു പരിശീലനവും യാതൊരു, അതിനെ പറയുന്ന വാക്കെന്താണ്, റഫ് വർക്കുകളും. അതായത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു റഫ് വർക്ക്, എന്താണ് അതിന് മലയാളത്തിൽ പറയുന്നത്, ഒരു ചെറിയ പണികൾ, ചെറിയ അഭ്യാസങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇന്ന സ്ഥലത്ത് നിന്ന് ആംഗിളിൽ നിന്ന് എടുക്കണം. ഇതിനെയാണ് തിരക്കഥ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ തറ സിനിമകളുടെ, തറ സീരിയലുകളുടെ തിരക്കഥ എന്ന് പറയുന്നത് ഈ വക ദൃശ്യങ്ങളെ കുറിച്ച് പറയുന്നതല്ല, മുമ്പ് പറഞ്ഞതുപോലെ സംഭാഷണങ്ങളാണ്. അപ്പോ നിഴലും വെളിച്ചവും സൗന്ദര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുകൂടി ഓർക്കുക. അങ്ങനെ കഥ പുരോഗമിക്കുകയാണ്. ഒരു ഓട്ടു കമ്പനിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിന്റെ സൂചന കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എവിടെ നിന്നോ വഞ്ചിയിൽ കളിമണ്ണ് കൊണ്ടുവരുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്നത്. പക്ഷേ ഇത്രയും നന്മകൾ അടൂർ ഗോപാലകൃഷ്ണന് ഞാൻ പറഞ്ഞുവെങ്കിലും ഒരു ചെറിയ പരിമിതി കണ്ടാൽ ഞാൻ പറയും. ഞാൻ അതിനെക്കുറിച്ച് ഇതിനു മുമ്പുള്ള സീരിയലുകളിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു വെളുത്ത പ്രതലത്തിൽ ഒരു കുഞ്ഞു കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ, കറുത്ത പൊട്ട് കണ്ടു കഴിഞ്ഞാൽ ഏവരും അതിനെ അവഗണിക്കാനാണ് സാധ്യത. തറ സിനിമകളെ സംബന്ധിച്ച് അവഗണിച്ചേ മതിയാവൂ. കാരണം കറുപ്പ് കുത്തുകളാൽ, കറുപ്പ് വെട്ടുകളാൽ, കറുപ്പ് അഴുക്കുകളാൽ നിറഞ്ഞതാണ് തറ സിനിമകൾ. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ വെളുത്ത പ്രതലത്തിൽ വെളുത്ത വെണ്മയായി നമുക്ക് കാണിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞു പൊട്ട് ഉണ്ടെങ്കിൽ, കറുത്ത പൊട്ടുണ്ടെങ്കിൽ അത് തെറ്റിന്റെ പൊട്ടാണെങ്കിൽ ഞാൻ സൂചിപ്പിക്കും. എന്തിന്? അടൂർ ഗോപാലകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട്, ആദരവ് കൊണ്ട്, ആ സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ വഞ്ചിയിൽ പോകുമ്പോൾ ഒരു ചെറിയ തെറ്റായി എനിക്ക് തോന്നുന്നത്, വഞ്ചിയിൽ നിറച്ചിരിക്കുന്ന കളിമണ്ണ് ഇടതുവശത്താണ് ഇരിക്കുന്നതെന്നുള്ള തോന്നൽ ക്യാമറ എടുത്ത രീതി കൊണ്ട് വരുന്നുണ്ട്. ഒരിക്കലും ഒരു വഞ്ചിയുടെ ഒരു ഇടതുവശത്തായിരിക്കില്ല എന്തെങ്കിലും ഒരു ഭാരമുള്ള വസ്തു വെക്കേണ്ടതെന്ന് എവർക്കും അറിയാം, മധ്യഭാഗത്താണ്. പക്ഷെ എടുത്ത ആംഗിളിന്റെ രീതി കൊണ്ടായിരിക്കാം ഇടതുഭാഗത്താണ് കളിമണ്ണ് ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. വലിയ ഒരു അപാകതയല്ലെങ്കിലും ചെറിയ അപാകത. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെളുത്ത പ്രതലത്തിൽ ഒരു കുഞ്ഞു പൊട്ട്, അത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലാണെങ്കിൽ ഞാൻ എടുത്തു പറയും, മറ്റുള്ളവരുടെ സിനിമയിലാണെങ്കിൽ എടുത്തു പറയേണ്ടതില്ല. തറ സിനിമകളിലോ തറ സീരീസിലോ തറ പരമ്പരകളിലോ, അതായത് ഈ ഉപ്പും മുളകും പോലുള്ള പരമ്പരകളിലൊക്കെ ആണെങ്കിൽ ഞാനത് മിണ്ടുകയില്ല. നമ്മൾക്ക് അതിനെ വിമർശന വിധേയമാക്കേണ്ടതിന്റെ ആവശ്യകതയേ ഇല്ല. നമ്മളത് കാണാനും പോകുന്നില്ല. പിന്നെ എപ്പോ ഇത് ദൃശ്യത്തിൽപ്പെടുന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഈ തറ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. കാരണം നമ്മൾ നല്ല സിനിമയിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ നല്ല സിനിമയിൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തറ സിനിമകളിലേക്ക് പോകാൻ പറ്റില്ല. എന്റെ ജീവിതം അങ്ങനെയാണ്.
ഞാൻ അടൂർ ഗോപാലകൃഷ്ണന്റെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായി കാണുന്ന മനോഹരമായ സിനിമ മുഖാമുഖമാണ്. 1984 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായി നല്ല സിനിമയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഏതോ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ സിനിമ കാണുന്നത് വരെ ഞാൻ തറ സിനിമകളെയും അന്നത്തെ തറ സംവിധായകരായിരുന്ന PG വിശ്വംഭരൻ, IV ശശി, ജോഷി മുതലായ സംവിധായകരുടെയൊക്കെ തറ സിനിമകളും കണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. പൈങ്കിളി വാരികകൾ എന്ന് പറയുന്നത് പോലെ പൈങ്കിളി സിനിമകൾ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നത്തെ സാഹചര്യം അതായിരുന്നു. അറിവില്ലായിരുന്നു, സിനിമ എന്തെന്നുള്ളതിന്റെ അറിവ് ഇല്ലായിരുന്നത് കൊണ്ട് അങ്ങനെ കണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എന്റെ പ്രീ ഡിഗ്രി സമയത്തെ ആദ്യ വർഷത്തെ കോളേജ് മാഗസിനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നതിനാൽ ഞാൻ വിശദ വിവരങ്ങളിലേക്ക് കടക്കാതെ അന്ന് പറഞ്ഞതിന്റെ മർമ്മം മാത്രം പറഞ്ഞു നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, വളരെ മനോഹരമായി മലയാളം ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ഒരു ലേഖനം ആ കോളേജ് മാഗസിനിൽ എഴുതിയിരുന്നു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ സിനിമ ലേഖനത്തിന് തലക്കെട്ട് സിനിമ മലയാളത്തിൽ എന്നായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാനത് വായിക്കും. 2 കാരണത്താൽ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, വിജ്ഞാനമുള്ള അധ്യാപകൻ എഴുതിയിരിക്കുന്നു. മറ്റൊന്ന്, എനിക്കിഷ്ടപ്പെട്ട മേഖല സിനിമയാണ്. പക്ഷേ സിനിമ മലയാളത്തിൽ എന്നുള്ള ലേഖനം വായിച്ചു തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞാൻ IV ശശി എന്നുള്ളൊരു പേര് കേട്ടില്ല, ഞാൻ ജോഷി എന്നുള്ളൊരു പേര് കേട്ടില്ല, ഞാൻ PG വിശ്വംഭരൻ എന്നുള്ള പേര് കേട്ടില്ല. അന്നത്തെ സംവിധായകരുടെ പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിൽക്കാലത്ത് ഈ IV ശശിയൊക്കെ തമ്മിൽ ഭേദം തൊമ്മനെന്ന് നമ്മൾ പറയാറില്ല. അതുപോലുള്ള സിനിമകളൊക്കെ എടുത്തു, അത് ഞാൻ മാറ്റിവെക്കുന്നില്ല. ഓക്കെ, എങ്കിലും ഒരുപാട് തറകളാണ് IV ശശിയും PG വിശ്വംഭരനും ജോഷിയൊക്കെ പോലുള്ള സംവിധായകർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സംവിധായകരുടെ കാര്യമോ, ഞാൻ അന്നൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന, പ്രത്യേകിച്ച് ഏറ്റവും അവസാനമായി ഞാൻ കണ്ടത് തറ സിനിമ ജോഷി സംവിധാനം ചെയ്ത ആ രാത്രിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൂടി കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ലേഖനം വായിക്കുന്നത്. അതിൽ ഇപ്രകാരം ഒരു സംവിധായകരെ കുറിച്ചില്ല. പകരം ഈ നീണ്ട ലേഖനത്തിൽ എന്റെ പ്രിയപ്പെട്ട വിജ്ഞാനം എനിക്ക് തരുന്ന അധ്യാപകൻ, മലയാളം അധ്യാപകൻ എഴുതിയിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേരും G അരവിന്ദൻ എന്ന പേരുമാണ്. അവർ അക്കാലത്ത് 3 സിനിമകളെ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരവും കൊടിയേറ്റവും എൽപ്പത്തായവും മാത്രമേ അന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മുഖാമുഖവും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ G അരവിന്ദന്റെ 2-3 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും ഉത്തരായണം, കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ 3-4 സിനിമകളെ G അരവിന്ദന്റേതായിട്ടുമുള്ളൂ. അപ്പൊ ഈ 2 പേരുകളിലെ പറഞ്ഞിട്ട് അവരുടെ സിനിമകളെ മാത്രം പ്രതിപാദിച്ചിട്ട് തുടർന്ന് പറയുകയാണ്. ഒരൊറ്റ സിനിമ മാത്രം മനോഹരമാക്കുകയും പിന്നീട് സിനിമയുടെ ബാലപാഠം പോലും അറിയില്ല എന്ന തരത്തിൽ അധപ്പതിക്കുകയും ചെയ്ത കുറച്ച് വ്യക്തികളുണ്ടെന്നും പറഞ്ഞ് 4 സംവിധായകരുടെ കൂടി പേര് പറഞ്ഞു. അതിലൊന്ന് KG ജോർജാണ്. KG ജോർജിന്റെ മനോഹരമായ സ്വപ്നാടനം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു. പിൽക്കാലത്തുണ്ടായ സ്വപ്നാടനത്തിന് സമാനമായി സിനിമകൾ വരാത്തതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നീട് നിർമാല്യം എന്ന സിനിമയ്ക്ക് സമാനമായി സിനിമകൾ സംവിധാനം ചെയ്യാൻ MT വാസുദേവൻ നായർക്ക് കഴിയാതിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ P. A. ബക്കർ കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമ, മനോഹരമായ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. പിൽക്കാലത്ത് കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയ്ക്ക് സമാനമായ സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട്. ഒരാൾ കൂടിയുണ്ട്, അത് KP കുമാരനാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു മനോഹരമായ സിനിമയായി പറഞ്ഞിരുന്നത് അതിഥിയാണെന്ന് തോന്നുന്നു. തെറ്റുപറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പൊ ഇങ്ങനെ കേവലം 4-5 സിനിമ, കേവലം 5-6 സംവിധായകരെ കുറിച്ചും അവരുടെ ഏറ്റവും കൂടിയാൽ കൈവിരലുകളും കാൽവിരലുകളും കൂട്ടിയെണ്ണാൻ പറ്റുന്ന സിനിമകളെ കുറിച്ച് മാത്രം പ്രതിപാദിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞാൻ ഈ മേഖല
എന്താണ് സത്യം, എന്താണ് സൗന്ദര്യം എന്ന് തിരയുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയെടുത്തത് സ്വാഭാവികത എന്നുള്ള വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് വഞ്ചിയിൽ തുഴയുന്നതാണ്. അവിടെ ശബ്ദങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നിഴലും വെളിച്ചം കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതൊരു ഓട്ട് കമ്പനിയിലേക്ക് പോകുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. പ്രൊസീജിയർ അനുസരിച്ച് പ്രക്രിയകൾ ഒന്നൊന്നായി പോകുന്നതിന് ഒന്നാമത്തെ പ്രക്രിയ എവിടെ നിന്നോ കളിമണ്ണ് കൊണ്ടുവരുന്നു. അടുത്തത് കളിമണ്ണ് വഞ്ചിയിൽ നിന്നെടുത്ത് കൂമ്പാരം കൂട്ടുന്നു. അവിടെ നിന്നെടുത്ത് നിശ്ചല മെഷീനിലേക്ക് ട്രോളികളിലൂടെ നിശ്ചല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത പ്രോസസ് മെഷീനുകളിലേക്ക് കൊണ്ടുപോകുന്നു, വ്യത്യസ്തമായ മെഷീനുകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ഏറ്റവും അവസാനം ഓട്ട് കമ്പനിയുടെ ഉൽപാദനമായ ഓടായി മാറുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് വ്യത്യസ്തമായ ഓരോരോ ഷോട്ടുകളിലൂടെ കൃത്യമായി കാണിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ രൂപം കൂടിയ. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ, സിനിമ ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റിലേറെ 42 മിനിറ്റിലേറെ ദൈർഘ്യമുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യത്തെ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ 3 മിനിറ്റിലോ ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ എനിക്ക് തുടർന്ന് പറയേണ്ടതില്ല. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ സൗന്ദര്യം, വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നിറഞ്ഞതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖാമുഖം എന്ന് ഓർക്കുക. അപ്പോ പറഞ്ഞു വന്നത് ഓട്ട് കമ്പനിയിലെ പ്രക്രിയകൾ വഞ്ചിയിൽ കൊണ്ടുവന്ന് തുടങ്ങി അവസാനിക്കുന്നത് വരെ കാണിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നത്, ഈ 3 മിനിറ്റ് നീളത്തിലുള്ള സമയത്തിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ദൃശ്യത്തെക്കുറിച്ച് പറയാൻ പറ്റി, ശബ്ദത്തെക്കുറിച്ച് പറയാൻ പറ്റി, കറുപ്പും വെളുപ്പിനെ കുറിച്ച് പറയാൻ പറ്റി, സംഭാഷണം അതിന്റെ ആവശ്യകതയും ആവശ്യമില്ലായ്മയെ കുറിച്ചും പറയാൻ പറ്റി. ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് രൂപത്തെക്കുറിച്ചാണ്. രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടും മോശപ്പെട്ട സിനിമകൾ മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ ശ്രമിക്കുന്ന താങ്കളിൽ ഒരാളെങ്കിൽ താങ്കൾ പറയാൻ സാധ്യതയുണ്ട് രൂപം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നടന്റെ, ഒരു നടിയുടെ രൂപമാണ്. ആ നടന് ഇടുന്ന മേക്കപ്പാണ്, അല്ലെങ്കിൽ നടിക്ക് ഇടുന്ന വസ്ത്രങ്ങളാണ്, അല്ലെങ്കിൽ അപ്രകാരം എന്തെങ്കിലും പറയും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ ജി അരവിന്ദന്റെ സിനിമകളെ, പ്രത്യേകിച്ച് എസ്തപ്പാനെ, മറ്റു സിനിമകൾ അപ്രകാരം തന്നെ എസ്തപ്പാനെ പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറുത്ത മനുഷ്യനെ കറുത്ത മനുഷ്യനായിട്ട് കാണിക്കുകയാണ്, എല്ലിച്ച മനുഷ്യനെ എല്ലിച്ച മനുഷ്യനായിട്ട് കാണിക്കുകയാണ്, അഴുക്ക് വസ്ത്രമെടുത്തവൻ അഴുക്ക് വസ്ത്രമായിട്ട് കാണിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മേക്കപ്പ് ഇടാത്ത കുറെ മനുഷ്യരെ നമ്മൾ കാണുകയാണ്. സ്വാഭാവികത അതല്ലേ? ഇന്നിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വന്നു. ലൈംഗിക തെറ്റുകൾ ചിലർ ചെയ്തെന്നും പറയുന്നു. കുറെ സ്ത്രീകൾ പുണ്യവതിയായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയിൽ ലൈംഗികത ഇത്ര വലിയ പ്രാധാന്യം നേടി? സിനിമയിൽ വരുന്ന നടൻ അല്ലെങ്കിൽ നടി സുന്ദരനായിരിക്കണം, സുന്ദരിയായിരിക്കണം, വെളുത്തതായിരിക്കണം എന്നുള്ള ഒരു ധ്വനി നമുക്ക് വന്നു. നമ്മൾ തറ സിനിമകളെ പ്രോത്സാഹിപ്പിച്ചു. പകരം നമ്മൾ ജി അരവിന്ദനെ പോലുള്ള അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള സംവിധായകരുടെ എസ്തപ്പാനെ പോലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിച്ചില്ല. ഈ എസ്തപ്പാനെ പോലുള്ള സിനിമകളിൽ ജീവനുള്ള കഥാപാത്രങ്ങൾ പലപ്പോഴും കാണുമ്പോൾ എനിക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്, ഈ കറുത്ത പെണ്ണ്, ഈ അഴുക്ക് വസ്ത്രമെടുത്ത പെണ്ണ് ലൊക്കേഷനിൽ ജി അരവിന്ദൻ ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ആ കടയിലെ പെണ്ണ് തന്നെയാണോ, ആ ഹോട്ടലിലെ പെണ്ണ് തന്നെയാണോ, ആ വീട്ടിലെ പെണ്ണ് തന്നെയാണോ
എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കും തോന്നും. അതാണ് സ്വാഭാവികത. ചില ഈ നടിമാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എന്റെ വസ്ത്രങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അത് പറഞ്ഞപ്പോ തന്നെ എനിക്കും മനസ്സിലായി, ആ നടി ഏത് സിനിമയിൽ അഭിനയിച്ചോ ആ സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായിക കഴിവ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന്. ആരായി നടൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നടി എന്ന് പറയുന്നത് ഒരു കരു മാത്രമാണ്. സിനിമയിലെ ഒരേ ഒരു കലാകാരന്റെ അല്ലെങ്കിൽ കലാകാരിയുടെ പേര് സംവിധായകൻ അല്ലെങ്കിൽ സംവിധായിക എന്നാണ്. സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ നടി ഒരു കരു മാത്രമാണ്. ഛായാഗ്രാഹകൻ ഒരു കരു മാത്രമാണ്. എഡിറ്റർ, ശബ്ദലേഖകൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇവരെല്ലാം കരു മാത്രമാണ്. പക്ഷെ അവരാണെന്ന് ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ആ നടി പറഞ്ഞത്, സിനിമയിൽ എന്റെ വസ്ത്രം ഞാനാണ് തീരുമാനിക്കുന്നതെന്ന്. തറ സിനിമകളിൽ അങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ, ജി അരവിന്ദന്റെ സിനിമയിൽ, അതുപോലുള്ള മികച്ച സംവിധായകരുടെ സിനിമയിൽ, ജോൺ അബ്രഹാമിന്റെ സിനിമയിൽ വസ്ത്രം ആരാണ് തീരുമാനിക്കുന്നത്? തീരുമാനിക്കേണ്ട ആവശ്യം പോലുമില്ല. അവർ ഉടുത്ത വസ്ത്രം തന്നെ, അവർ ജീവിതത്തിൽ ജീവിക്കുന്ന വസ്ത്രം തന്നെ. വിരളമായിട്ട് ചില കഥകളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കുത്തിക്കൊല്ലുന്നത്, അവിടെയൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. യഥാർത്ഥത്തിൽ കുത്തിക്കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ ചില മേക്കപ്പുകൾ വേണ്ടിവരും, ചില അഭിനയങ്ങൾ വേണ്ടിവരും. പക്ഷെ അതുപോലെ സ്വാഭാവികതയായി നമുക്ക് അനുഭവപ്പെടണം എന്ന് മാത്രം. ഞാനിപ്പോ ജോൺ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യവും ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞത് കാരണം അതിലെ മർമ്മം മാത്രമേ പറയുന്നുള്ളൂ. ജോൺ അബ്രഹാമിന്റെ അമ്മ അറിയാൻ എന്ന സിനിമയിൽ ഇതുപോലെ ടൈറ്റിലുകൾ കാണിക്കുമ്പോൾ, കലാകാരുടെ പേരുകൾ കാണിക്കുമ്പോൾ, ഛായാഗ്രഹന്റെ പേര് കാണിക്കുന്നു, അഭിനേതാവിന്റെ പേര് കാണിക്കുന്നു, പാട്ടുകാരന്റെ പേര് കാണിക്കുന്നു, ചെണ്ടകൊട്ടിയാളുടെ പേര് കാണിക്കുന്നു, മേക്കപ്പിന്റെ പേര് കാണിക്കുന്നു, ഇങ്ങനെ പേരുകൾ കാണിക്കുമല്ലോ മറ്റു സിനിമകളിൽ. അതുപോലെ ഇവിടെയും വളരെ കുറച്ചാണെങ്കിലും ഉള്ള കലാകാരുടെ പേരുകൾ കാണിക്കുമ്പോൾ അഭിനേതാക്കളുടെ പേരുകൾ കാണിക്കുന്ന ഒരു സന്ദർഭം എത്തി. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കൃത്യമായ വരിയല്ല ഞാൻ പറയുന്നത്, അതിന് സമാനമായ ആശയമാണ് പറയുന്നത്. അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അഭിനേതാവ്, മേക്കപ്പ് ഇടാത്ത നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കളെ, മുഖാമുഖം പറഞ്ഞു തുടങ്ങുമ്പോൾ, വഞ്ചിയുടെ ഒരു യാത്ര മാത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ, വഞ്ചിയുടെ യാത്രയിലെ ക്യാമറ നിശ്ചലമാക്കി വെച്ചുകൊണ്ട് ചലച്ചിത്രമുണ്ടാക്കുന്ന സ്വാഭാവികത പറഞ്ഞപ്പോൾ, ആ സമയത്ത് ശബ്ദം പറഞ്ഞുകൊണ്ട് സ്വാഭാവികത പറഞ്ഞപ്പോൾ, അനാവശ്യമായി സംഭാഷണം ഒഴിവാക്കിയ സ്വാഭാവികത പറഞ്ഞപ്പോൾ, നിഴലും വെളിച്ചവും കലർന്ന സ്വാഭാവികത പറഞ്ഞപ്പോൾ, എനിക്കിവിടെ പറയാനുള്ളത് രൂപത്തെക്കുറിച്ചാണ്. രൂപം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ രൂപവുമുണ്ട്. ജീവനുള്ളവരാണ് മനുഷ്യർ. ജീവനില്ലാത്ത അചേതന വസ്തുക്കളും അഭിനയിക്കുകയാണ്. മനുഷ്യരെ പോലെ ജീവനുള്ള മൃഗങ്ങൾ വരുന്നുണ്ട്, അവർ അഭിനയിക്കുന്നുണ്ട്. പക്ഷികൾ ചിലപ്പോൾ കാണിക്കേണ്ടി വരും, മത്സ്യത്തെ കാണിക്കേണ്ടി വരും, ജീവനുള്ള മത്സ്യവും ജീവനുള്ള പക്ഷിയും അതുപോലെ അഭിനയിക്കേണ്ടി വരും. ഇനി ജീവനില്ലാത്ത കല്ല്, ജീവനില്ലാത്ത മണ്ണ്, ജീവനില്ലാത്ത വസ്തുക്കൾ, അതും അതേപോലെ തന്നെ അഭിനയിക്കണം. അപ്പൊ രൂപം എന്നുള്ള വാക്ക് മേക്കപ്പ് ഇടാത്ത മനുഷ്യരും, മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്ന തരത്തിൽ മനുഷ്യരും, അതുപോലെ മേക്കപ്പ് ഇടാത്ത വസ്തുക്കളും ചേർന്നതായിരിക്കണം. കറുപ്പിനെ കറുപ്പായിട്ട് തന്നെ കാണിക്കണം, വെളുപ്പിനെ വെളുപ്പായിട്ടും. കറുപ്പിൽ വെളുപ്പ് ഇടകലർന്നിട്ടുള്ളതാണെങ്കിൽ അത് അതേപടിയാണ് കാണിക്കേണ്ടത്. ഇല്ലാത്ത സൗന്ദര്യം വെപ്പിച്ചു കൊടുക്കരുത്. സൗന്ദര്യത്തെ സൗന്ദര്യം എന്ന് പറയുന്നതും വൈരൂപ്യത്തെ വൈരൂപ്യം എന്ന് പറയുന്നതുമാണ് മനോഹരമായ സിനിമ. അല്ലാതെ എല്ലാം പ്രകൃതിയിലെ മനോഹരമായ സൂര്യോദയം കാണിച്ചിട്ട്, മനോഹരമായ വെള്ളച്ചാട്ടം ഇല്ലാത്ത സ്ഥലത്ത് പോയി എടുത്തിട്ട്, മനോഹരമായ പുഴ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് എടുത്തിട്ട് കാര്യമില്ല. ദുർഗന്ധം വമിക്കുന്ന പുഴയാണ് കാണിക്കേണ്ടെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന പുഴ തന്നെ കാണിക്കുക.
ചെറ്റക്കുടിലാണ് കാണിക്കണമെങ്കിൽ ചെറ്റക്കുടിൽ തന്നെ കാണിക്കുക, അതിൽ സൗന്ദര്യം വരുത്തണ്ട. അതിലെ ആളുകളുടെ വസ്ത്രധാരണം ഇത്തിരി അഴുക്ക് നിറഞ്ഞതാണെങ്കിൽ, ഇത്തിരി കീറിപ്പറഞ്ഞതാണെങ്കിൽ അത് അതേപടി തന്നെ കരുതി കാണിക്കുക. ഞാനിത് പറഞ്ഞു വരാൻ കാര്യം, ഈ വഞ്ചിയുടെ ഓട്ടത്തിനിടയിൽ ഓട്ട് കമ്പനിയിൽ നിശ്ചല ക്രിയകൾ ചെയ്ത് ഓടായി മാറുന്നത് വരെയുള്ള സമയത്ത് ഓരോ വ്യക്തിയും ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഓർത്തത് കൊണ്ടാണ്. തൊഴിലാളികളുടെ സാധാരണ വസ്ത്രം, കള്ളിമുണ്ടെടുക്കുന്നവരുണ്ട്, ഷർട്ട് ഇടാത്തവരുണ്ട്. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് കഥ മുഴുവൻ അവസാനിക്കുന്നത് വരെ ഇത് തുടരുകയാണ്. ഇപ്രകാരമുള്ള രൂപങ്ങൾ, ഇപ്രകാരമുള്ള നിഴലും വെളിച്ചങ്ങൾ, ഇപ്രകാരമുള്ള ശബ്ദങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയുണ്ട്. അതുകൊണ്ട് തുടർന്ന് അടുത്ത 4-ാമത്തെ മിനിറ്റിൽ, അല്ലെങ്കിൽ 5-ാമത്തെ മിനിറ്റിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മണിക്കൂറും 5 മിനിറ്റും കഴിയുമ്പോൾ സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ, ഈ പറഞ്ഞ ശബ്ദങ്ങൾ തന്നെ, ഈ പറഞ്ഞ രൂപങ്ങൾ തന്നെ, ഈ പറഞ്ഞ നിഴലും വെളിച്ചവും തന്നെ, ഈ പറഞ്ഞ സ്വാഭാവികത തന്നെ എന്ന് ഏവരും ഓർത്തിരിക്കുക. പ്രകൃതി ശബ്ദങ്ങൾ എത്ര മനോഹരമായാണ് കടന്നു വരുന്നത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച്, ഇപ്പോഴും വിദ്യാർത്ഥി തന്നെ, തുടർന്നും വിദ്യാർത്ഥി തന്നെയായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് സിനിമയിൽ ചേർത്താൽ അത് അസ്വാഭാവികതയല്ലേ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. കാരണം പണ്ട് കാലത്തെ സിനിമകളിൽ പ്രേംനസീറിന്റെ നായികയും പാട്ടുപാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ ചോദ്യരൂപത്തിൽ പാട്ടുപാടും, ഉത്തരമായി നായിക മറുപടി പാട്ടിലൂടെ പറയും. അങ്ങനെയാണ് നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ. പ്രേംനസീറും മറ്റു നടന്മാരും പാർക്കിൽ പോയി മരത്തിന് ചുറ്റും ഓടിക്കളിച്ചതുപോലെ, അല്ലെങ്കിൽ നൃത്തം ചെയ്തതുപോലെയാണോ ഇന്നത്തെ കാമുകന്മാർ, അല്ലെങ്കിൽ അന്നത്തെ കാമുകന്മാർ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പുരാതന കാലഘട്ടത്തിലെ കാമുകന്മാർ നൃത്തം കളിച്ചാണോ അവർ വിവാഹിതരാകുന്നത്? അപ്പോൾ ഇങ്ങനെ സ്വാഭാവികതയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പുഴയുടെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം, കിളികളുടെ ശബ്ദം. ഇവിടെ ഒരു കുട്ടി പഠിക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. അവിടെ ചീവീടിന്റെ ഒരു രാത്രിയാണ് പഠിക്കുന്നത്. ചീവീടിന്റെയോ അതിന് സമാനമായ, ജീവിയുടെ പേരെനിക്കറിയില്ല, രാത്രിയിൽ കേൾക്കുന്ന ഒരു ശബ്ദം, ഒരു ജീവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ 2 കാര്യങ്ങളാണ് സിനിമയെ മനോഹരമാക്കിയിരിക്കുന്നത്. ഒന്ന്, പ്രകൃതി ശബ്ദം യഥാർത്ഥത്തിൽ കേൾക്കുന്നു, അത് സ്വാഭാവികത. മറ്റൊന്ന്, സംഗീതത്തെ ഒഴിവാക്കാൻ പറ്റി. ചില ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. ചില സംഗീതങ്ങൾ നമ്മളിൽ ചില പേടികൾ, ചില ആഗ്രഹങ്ങൾ, ചില സന്തോഷങ്ങൾ ഉണ്ടാക്കുമല്ലോ. പാട്ട് അസ്വാഭാവികതയാണെന്ന് പറയുന്നതോടൊപ്പം, ഞാൻ പാട്ട് സിനിമയിൽ അസ്വാഭാവികതയെന്ന് പറയുന്നതോടൊപ്പം സംഗീതം പോലും അസ്വാഭാവികതയാണെന്ന് ഞാൻ പറയുകയുള്ളൂ. എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥ സംഗീതത്തിനുണ്ട്. അപ്രകാരമുള്ള സംഗീതം കൊടുക്കുമ്പോൾ അതിന് ഇത്തിരി മേന്മ വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ അതിനെ വിമർശിക്കും. കാരണം ഈ സമയത്ത് പ്രകൃതി ശബ്ദമല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഒരു അടുത്ത വീട്ടിൽ നിന്നുള്ള റേഡിയോയുടെ ശബ്ദമല്ലേ? അല്ലെങ്കിൽ ഒരു പാത്രം താഴെ വീഴുന്ന ശബ്ദമല്ലേ? അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കലപില കുട്ടികളുടെ ശബ്ദമല്ലേ? കളിക്കുന്ന കുട്ടികളുടെ ശബ്ദമല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഈ കുട്ടി പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ പുറത്തുനിന്ന് ഇപ്രകാരം ഒരു ജീവിയുടെ പോലുള്ളൊരു ജീവിയുടെ ശബ്ദം കേൾക്കുന്നത്, ഞാൻ പറയുന്നത് 2 പ്രയോജനമാണ് അവിടെ വന്നതിൽ. ഒന്നാമത്തെ പ്രയോജനം പറഞ്ഞു, അത് മനോഹരമായ പ്രകൃതിയുടെ ശബ്ദം സന്നിവേശിപ്പിച്ചുകൊണ്ട് സ്വാഭാവികതയാക്കുന്നു. രണ്ടാമത്തത്, സംഗീതത്തിന് പകരമായി അവിടെ ഉപയോഗിക്കാൻ പറ്റി.
നമുക്ക് ഞെട്ടലുണ്ടാക്കണമെങ്കിൽ പണ്ടത്തെ നാടകങ്ങളിലൊക്കെ ഞെട്ടിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമുണ്ടല്ലോ, സംഗീതോപകരണം. ജാസ് അടിക്കാമല്ലോ. അല്ലെങ്കിൽ ദുഃഖത്തിന്റെ സമയത്ത് വയലിൻ ഒരു നിശ്ചല രീതിയിൽ സംഗീതം ആലപിപ്പിക്കാമല്ലോ. അപ്പൊ അതുപോലെ ഒരു സംഗീതമായി മാറുന്നു ഈ ചീവീടിന്റെ ശബ്ദം. അതൊക്കെയാണ് ഫലവത്തായി ഉപയോഗിച്ചുകൊണ്ട് സംഗീതത്തെ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതി ശബ്ദങ്ങൾ കൊണ്ട് മനോഹരമാക്കേണ്ട ഒരു സിനിമ. അപ്പൊ അവിടെ ഈ ചീവീടിന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് സംഗീതത്തിന് പകരം മനോഹരമാക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കുന്ന മറ്റൊരു കാര്യം, ഇതിലും സംഗീതമുണ്ട്. സംഗീതം ഒഴിവാക്കിക്കൊണ്ട് അത് പ്രകൃതിയിലെ സംഗീതമല്ല, അതായത് അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന റേഡിയോ സംഗീതമല്ല, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിലെ ഉച്ചഭാഷണിയിൽ കേൾക്കുന്ന ശബ്ദമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ പള്ളിമണിയല്ല, അമ്പലത്തിലെ മണിനാഥമല്ല, അല്ലെങ്കിൽ ഇടയ്ക്കകൊട്ടലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലെ ബാങ്ക് വിളിയല്ല, അല്ലെങ്കിൽ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു മുദ്രാവാക്യം വിളിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശബ്ദം മനോഹരമാക്കാൻ പാട്ട് പരിപൂർണമായും ഒഴിവാക്കിയേ പറ്റൂ. അതില് യാതൊരു തർക്കവുമില്ല. ആ പ്രേം നസീറിന്റെയും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആ അസ്വാഭാവികതയിൽ നിന്ന് തറ സംവിധായകർ വരെ ഒരു പരിധി വരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോ സംഗീതത്തിൽ പാട്ട് പരിപൂർണമായിട്ട് ഒഴിവാക്കുക, പിന്നെ പശ്ചാത്തല സംഗീതം കൂടി ഒഴിവാക്കുക എന്ന് ഞാൻ പറയുകയുള്ളൂ. പക്ഷെ ചില സമയത്ത് അത് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും എഫക്ട് ചെയ്യുന്നു. ഈ സിനിമയിലെ ഒരു ബലഹീനമായ ഒരു ന്യൂനതയായി പറയുന്നത് ഇതിൽ സംഗീതമുണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷെ സംഗീതം മനോഹരമാക്കി തീർക്കുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട്. ലെനിന്റെ പടം ശ്രീധരൻ മതിലിൽ ആണിയിടിച്ച് ഉയർത്തുമ്പോൾ, തറച്ചുയർത്തുമ്പോൾ ഉണ്ടാവുന്ന സംഗീതം നമ്മളെ ഇത്തിരി കൂടി ആ ലെനിന്റെ ജീവിതത്തിലേക്കും വിപ്ലവത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയേ ചെയ്യുന്നുള്ളൂ. അപ്രകാരം തന്നെ ഏറ്റവും അവസാനം ശ്രീധരൻ കൊല്ലപ്പെട്ട് ശ്രീധരന് വേണ്ടി നടത്തുന്ന ജാഥയുടെ സമയത്തും നടത്തുന്ന സംഗീതവും അപ്രകാരമുള്ളൊരു സംഗീതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എത്രമാണ്, പാട്ട് ഉണ്ടെങ്കിൽ ആ സിനിമ തറയാണ്. റേഡിയോ സംഗീതമല്ല, ഒരു ടേപ്പ് റെക്കോർഡറിനുള്ള സംഗീതമല്ല, ഒരു സ്റ്റേജിൽ ഒരു പെൺകുട്ടി പാടേണ്ട സമയത്ത് പാടുന്നതല്ല, അല്ലാതെ പാട്ടിനു വേണ്ടി പാട്ടുണ്ടാക്കി പാടുന്നതാണ്. അതിന്റെ അർത്ഥം അങ്ങനെ എല്ലാവരും സ്വാഭാവികതയിൽ സംവിധാനം ചെയ്യുന്നവരായി കഴിഞ്ഞാൽ ഒരു മേഖലയിലുള്ളവർക്ക് പണി നഷ്ടപ്പെടും. ഗാനരചയിതാവിന്റെ പണി നഷ്ടപ്പെടും, പാട്ടുകാരന്റെ പാട്ടുകാരിയുടെ ജോലി നഷ്ടപ്പെടും, സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരുടെ സംഗീത സംവിധായകന്റെ പണി നഷ്ടപ്പെടും. അവർക്ക് പണി നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി പണി കൊടുക്കാൻ വേണ്ടി സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയല്ല നമ്മൾ ദയവ് കാണിക്കേണ്ടത്, അവിടെയല്ല നമ്മൾ കാരുണ്യം കാണിക്കേണ്ടത്. അങ്ങനെ ദയവ് ചെയ്യുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ നശിക്കപ്പെടുന്നത് നമ്മുടെ മനോഹരമായ കലാസൃഷ്ടിയാണ്. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരാൾ മനോഹരമായ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കി, ഒരു പ്രതിമയാണെന്ന് തോന്നുന്നു. ആ ഏത് മെറ്റീരിയൽ കൊണ്ട്, ഏത് പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, മണ്ണുകൊണ്ടോ കളിമണ്ണ് കൊണ്ടോ എന്തുകൊണ്ടെന്ന് ഓർമ്മയില്ല. പക്ഷെ മനോഹരമാക്കി ആക്കി അവസാനം ആ രൂപത്തെ നോക്കുമ്പോൾ അത് വികലമാണെന്ന് ആ കലാകാരന് തോന്നി. വികലത, മാറ്റാൻ പറ്റാത്ത വികലത. ആ കലാകാരൻ ആ ചിത്രത്തെ അല്ലെങ്കിൽ ആ പ്രതിമയെ തല്ലി ഉടച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇതിന്റെ ബാക്കി
അടുത്ത എപ്പിസോഡിൽ പറയാം. എൻ്റെ ഇന്നത്തെ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. മുഖാമുഖത്തിൻ്റെ 2ാം എപ്പിസോഡിൽ, അതായത് സിനിമ ഇൻ മലയാളം എപ്പിസോഡ് 24 ആയിരിക്കും. അതിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ഇത് എൻ്റെ 324ാമത്തെ വീഡിയോ ആണ്. നമസ്കാരം.